കേരള ടു വാരണാസി ട്രിപ്പ് പ്ലാൻ ചെയ്യണോ നിങ്ങൾ? ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. നമസ്കാരം, ഞാൻ അജയ്. YKS ട്രിപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ടു വാരണാസി എപ്പോൾ പോകണം, എങ്ങനെ പോകണം, എവിടെയാണ് താമസിക്കേണ്ടത്, എന്തൊക്കെ ഭക്ഷണമാണ് ട്രൈ ചെയ്യേണ്ടത്, വാരണാസിയിലൂടെ ക്ലബ് ചെയ്യാൻ പറ്റിയ മറ്റ് ഡെസ്റ്റിനേഷൻ ഏതാണ്, എത്ര രൂപ ചെലവാകും തുടങ്ങി ഫുൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ വേറെ ഒരു വീഡിയോ കാണണ്ട, ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാൽ മതി. നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ട്രാവൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇതൊരിക്കലും ഒരു നഷ്ടമാവില്ല. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇന്ത്യയിലെ തന്നെ ഓൾഡസ്റ്റ് സിറ്റിയാണ് വാരണാസി. ആനന്ദ് വിഹാർ, ബനാറസ്, കാശി എന്നൊക്കെയാണ് വാരണാസിയുടെ മറ്റു പേരുകൾ. നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്തു പോകുന്നോ അത് തിരിച്ചു തരുന്ന ഒരു സ്ഥലമാണ് വാരണാസി. നിങ്ങൾ സ്പിരിച്വാലിറ്റി ആണ് ആഗ്രഹിച്ചു പോകുന്നെങ്കിൽ സ്പിരിച്വാലിറ്റി, ബാക്ക് പാക്കിംഗ് ആണെങ്കിൽ അത്, ഇനി എന്തെങ്കിലും തേടിയുള്ള യാത്രയാണെങ്കിൽ അതിനുള്ള ഉത്തരവും കാശി തന്നെ നമുക്ക് തരും. ഇന്ത്യയുടെ ആത്മീയ തലസ്ഥാനമാണ് കാശി. മരണപ്പെട്ടവർക്ക് ഇവിടെ വന്ന് ബലിതർപ്പണം ചെയ്തു കഴിഞ്ഞാൽ മോക്ഷം കിട്ടുമെന്നാണ് ഹിന്ദു വിശ്വാസം. ബലിതർപ്പണം ചെയ്യുന്നതിൽ പല രീതിയുണ്ട് കാശിയിൽ. അതിൽ എനിക്കറിയാവുന്ന ഒന്ന് രണ്ടെണ്ണം ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ആദ്യത്തെ രീതി എന്ന് പറയുന്നത് രാമേശ്വരത്ത് തുടങ്ങി രാമേശ്വരത്ത് അവസാനിക്കുന്ന രീതിയാണ്. ഇതിന്റെ അകത്ത് ആദ്യം രാമേശ്വരത്ത് പോയി പ്രാർത്ഥിച്ച് ബലിതർപ്പണം ചെയ്യുക. അതിനുശേഷം രാമേശ്വരത്ത് നിന്ന് 2 പൊതി മണൽ നമ്മൾ ശേഖരിക്കണം. ഈ 2 പൊതി മണലുമായിട്ട് നമ്മൾ നേരെ അലഹബാദിലേക്ക് പോകണം. അതായത് ഇപ്പോഴത്തെ പ്രയാഗ്രാജ്. ഈ പ്രയാഗ്രാജില് ത്രിവേണി സംഗമമുണ്ട്. അതായത് ഗംഗയും യമുനയും സരസ്വതിയും ഒന്നിക്കുന്ന പോയിന്റ്. ഇവിടെ ബലിതർപ്പണം ചെയ്യാനായിട്ട് വള്ളവും ബോട്ടും കൊണ്ടൊക്കെ ഒരു സ്ഥലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ബലിതർപ്പണം ചെയ്യാം. ഈ ബലിതർപ്പണം ചെയ്തതിന് ശേഷം രാമേശ്വരത്ത് നിന്ന് കൊണ്ടുവന്ന 1 പൊതി മണൽ നമ്മൾ അവിടെ ഉപേക്ഷിക്കുക. അതിനുശേഷം 1 പൊതി മണൽ നമ്മൾ അലഹബാദിൽ നിന്ന് എടുത്ത് നേരെ കാശിക്ക് വരിക. കാശി പോയി ബലിതർപ്പണം ചെയ്ത് 2 പൊതി മണൽ നമ്മൾ അവിടെ ഉപേക്ഷിക്കുന്നു. അതിന്റെ കൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ശീലവും നമ്മൾ അവിടെ ഉപേക്ഷിക്കുന്നു. അതിനുശേഷം വീണ്ടും രാമേശ്വരത്ത് വന്ന് പ്രാർത്ഥിക്കുക. ഇതാണ് ആദ്യത്തെ രീതി. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻസ് ഫോളോ ചെയ്യുന്ന രീതിയാണ്. ഇതിന്റെ അകത്ത് 4 സ്ഥലത്തായിട്ടാണ് നമ്മൾ ബലിതർപ്പണം ചെയ്യേണ്ടത്. അതിൽ ആദ്യത്തത് ബദ്രിനാഥാണ്. ബദ്രിനാഥാണ് ഭഗവാന്റെ ശീർഷമായിട്ട് നമ്മൾ കരുതുന്നത്. രണ്ടാമത് അലഹബാദ്. അലഹബാദാണ് ഭഗവാന്റെ വായുഭാഗമായിട്ട് കരുതുന്നത്. പിന്നെ മൂന്നാമത് നമ്മൾ കാശിയില്. കാശിയാണ് ഭഗവാന്റെ ഉദരഭാഗം. പിന്നീട് ഗയയില്. ഗയയാണ് ഭഗവാന്റെ പാദം. ഇങ്ങനെ 4 സ്ഥലങ്ങളിലായിട്ടാണ് നോർത്ത് ഇന്ത്യൻസിന്റെ ബലിതർപ്പണ രീതി. ഇതാണ് എനിക്കറിയാവുന്ന 2 രീതികൾ. ഇത് കൂടാതെ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും രീതി ഉണ്ടെങ്കിൽ അത് എന്തായാലും കമന്റ് ബോക്സിൽ പറയുക. അത് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉപകാരപ്പെടും. ഓക്കെ, വാരണാസി എക്സ്പ്ലോർ ചെയ്യാനുള്ള ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഒക്ടോബർ തൊട്ട് മാർച്ച് എൻഡ് വരെയാണ്. ഈ ടൈമിലാണ് അത്യാവശ്യം നല്ല തണുപ്പും അതേപോലെ തന്നെ ഹ്യൂമിഡിറ്റി ഒക്കെ കുറഞ്ഞിരിക്കുന്ന ടൈം. ബാക്കിയുള്ള എല്ലാ ടൈമിലും നല്ല ചൂടും അതേപോലെ തന്നെ നല്ല ഹ്യൂമിഡിറ്റി ആയിരിക്കും. നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴേക്കും നല്ല തളർച്ചയായിരിക്കും. അതുകൊണ്ട് കൂടുതൽ സ്ഥലമൊന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അപ്പം മാക്സിമം നമ്മൾ ഈ ഒക്ടോബർ തൊട്ട് മാർച്ചിനുള്ളിൽ ഈ സ്ഥലത്ത് പോയിട്ട് വരുന്നതായിരിക്കും ബെസ്റ്റ്. കേരളത്തിൽ നിന്ന് വാരണാസിയിലേക്ക് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അപ്പോൾ വാരണാസി മാത്രമായിട്ട് പോകുന്നത് ബുദ്ധിയല്ല. ഇതിൻ്റെ കൂടെ ക്ലബ് ചെയ്യാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തെയാണ് അലഹബാദ്, അതായത് ഇപ്പോഴത്തെ പ്രയാഗ്രാജ്. ഇവിടെയാണ് ത്രിവേണി സംഗമം, ഇവിടെ ഹനുമാൻ ക്ഷേത്രം ഒക്കെ ഉള്ളത്. ഇനി രണ്ടാമത്തെ സ്ഥലമാണ് ചിത്രകൂട് ധാം. ഇവിടെയാണ് ഹനുമാൻ ധാര, ജാനകി കുണ്ടൊക്കെ ഉള്ളത്. ഇനി മൂന്നാമത്തെ സ്ഥലമാണ് അയോധ്യ. അയോധ്യ പിന്നെ എല്ലാവർക്കും അറിയാലോ, രാമക്ഷേത്രം, രാമഭൂമി, ദശരഥന്റെ അമ്പലം, ഇതൊക്കെ ഉള്ളത് അയോധ്യയിലാണ്. ഇത് കൂടാതെ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ലക്നൗ, കാൺപൂർ ഇതൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഈ വാരണാസി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന എല്ലാവരും ഡൗട്ടാണ് എങ്ങനെയാണ് വാരണാസിയിൽ എത്തുക. ഐദർ നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ പോവാം അല്ലെങ്കിൽ ട്രെയിനിൽ പോവാം. ഫ്ലൈറ്റിന്റെ ചാർജ് എന്ന് പറയുന്നത് നാട്ടിൽ നിന്ന് ഏകദേശം 5000 തൊട്ട് 10000 വരെയാണ് വരാറ്. പിന്നെ ഫ്ലൈറ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഡൈനാമിക് ആയിട്ട് ചേഞ്ച് ചെയ്യും. അപ്പൊ നിങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നേ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് ഈ 5000-നൊക്കെ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ 12000, 13000 ഒക്കെ വരാറുണ്ട്. ഇനി നിങ്ങൾ ട്രെയിനിനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നാട്ടിൽ നിന്ന് ഒറ്റ ട്രെയിനുള്ളൂ ആഴ്ചയിൽ. അതും ഏകദേശം 50 മണിക്കൂർ എടുക്കും വാരണാസി എത്താനായിട്ട്. നിങ്ങൾ ട്രെയിനാണ് പോകുന്നതെങ്കിൽ സ്ലീപ്പറിലൊന്നും ട്രെയിൻ ബുക്ക് ചെയ്യരുത്. ഭയങ്കര പരിതാപകരമായിരിക്കും ഈ യാത്ര. മാക്സിമം നിങ്ങൾ 3rd AC തന്നെ ട്രൈ ചെയ്യുക. ഇനി വാരണാസിയും ഞാൻ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം കൂടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ട്രിപ്പ് പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വാരണാസി മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിന്റെ ലാസ്റ്റിൽ അതെങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളതും പറഞ്ഞുതരാം. കേരളത്തിൽ നിന്ന് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് വരുന്നത് പ്രയാഗ്രാജ് ആണ്. ഇവിടുന്ന് ഡയറക്റ്റ് നമ്മൾ പ്രയാഗ്രാജിലേക്ക് ട്രെയിൻ എടുക്കുക അല്ലെങ്കിൽ ഫ്ലൈറ്റ് എടുക്കുക. ഫസ്റ്റ് തന്നെ നമ്മൾ ഹോട്ടലിൽ പോവുക, ചെക്ക് ഇൻ ചെയ്യുക, ഫ്രഷൻ അപ്പ് ആവുക. പ്രയാഗ്രാജിൽ അത്യാവശ്യം കൊള്ളാവുന്ന ഹോട്ടൽസിന്റെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അത് നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുക. ഈ പ്രയാഗ്രാജ് എന്ന് പറയുന്നത് ഒരു ചെറിയ സ്ഥലമാണ്. അതുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമുക്കൊരു ഹാഫ് ഡേ അല്ലെങ്കിൽ ഒരു ഫുൾ ഡേ ഒക്കെ മാക്സിമം മതി. അതുകൊണ്ട് അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ഇത് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പ്രയാഗ്രാജിൽ മെയിൻലി നമുക്ക് കാണാനുള്ളത് ഒന്ന് അലഹബാദ് ഫോർട്ട്, പിന്നെ ത്രിവേണി സംഗമം, പിന്നെ ബഡേ ഹനുമാൻ ക്ഷേത്രം, പിന്നെ യമുന ബ്രിഡ്ജ്. ഇത്രയൊക്കെയാണ് മെയിൻലി കാണാനുള്ളൂ. ഈ സ്ഥലങ്ങളെല്ലാം അടുത്തടുത്താണ് കിടക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ അലഹബാദ് ഫോർട്ടിലേക്ക് പോവാം. കാരണം അലഹബാദ് ഫോർട്ട് 5 മണി വരെ ഉള്ളൂ. ഒരു 1-2 മണിക്കൂർ കൊണ്ട് അലഹബാദ് ഫോർട്ട് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാം.
അത് കഴിയുമ്പോഴത്തേക്കും വെയിലൊക്കെ അത്യാവശ്യം താണത്തുണ്ടാവും. ഫോർട്ട് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ മെയിൻ കാര്യമാണ് ത്രിവേണി സംഗമം. ത്രിവേണി സംഗമത്തിൽ മെയിൻലി ഉള്ള കാര്യം ബോട്ടിംഗ് ആണ്. ബോട്ടിംഗ് നമുക്ക് 2 പോയിന്റിൽ ചെയ്യാം. ഒരെണ്ണം അലഹബാദ് ഫോർട്ടിന്റെ ബാക്ക് സൈഡിൽ നിന്ന്, പിന്നെ ഒരെണ്ണം ബഡേ ഹനുമാൻ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ നിന്ന്. ഈ ബഡേ ഹനുമാൻ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ നിന്നുള്ളത് ശരിക്കും ബലിതർപ്പണത്തിന് വേണ്ടിയുള്ളതാണ്. കാരണം അവിടെ ബോട്ടൊക്കെ കൂട്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നമുക്ക് ബലിതർപ്പണം ചെയ്യാം. അതേപോലെ ത്രിവേണി സംഗമത്തിൽ മുങ്ങാനും പറ്റും. പക്ഷേ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ് കമ്പയർ ടു രണ്ടാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അലഹബാദ് ഫോർട്ടിന്റെ ബാക്ക് സൈഡിൽ നിന്നുള്ളതാണ്. ഇവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഗംഗയും യമുനയൊക്കെ 2 കളറിൽ പോകുന്നതും അതേപോലെ ഒരുപാട് അരയന്യങ്ങളൊക്കെ വരുന്നതൊക്കെ ഇവിടെയാണ്. സോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇതിൽ വരിക. പിന്നെ ബലിതർപ്പണമാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബഡേ ഹനുമാൻ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് പോകാം. ഇത് 2 സൈഡിൽ നിന്ന് പോയി കഴിഞ്ഞാലും നല്ല രീതിയിൽ സ്കാമും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയ ആണ് പ്രയാഗ്രാജ്. കാരണം നമ്മൾ ബാർഗെയിൻ ചെയ്യാതെ ഒരു കാര്യവും നടക്കൂല. ഒരു ബോട്ട് സർവീസിന് വേണ്ടിയിട്ട് 3000-4000 ഒക്കെയാണ് അവർ പറയുക. 3000-4000 ഒക്കെ പറയുമ്പോൾ ബാക്ക് ഇൻ ദ ബ്രെയിൻ നമുക്ക് തോന്നും അയ്യോ നമുക്കൊരു ഹാഫ് പ്രൈസിനൊക്കെ ചോദിക്കാന്ന്. ഹാഫ് പ്രൈസിലൊന്നും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഒരു 800 രൂപ 600 രൂപയൊക്കെയാണ് ഒരു ബോട്ടിന് അവിടെ വരെ പോകാനുള്ള റേറ്റ് ഉള്ളൂ. അതും 10 പേർക്ക്. ത്രിവേണി സംഗമത്തിലെ ബോട്ടിംഗ് കഴിഞ്ഞാൽ നേരെ നമുക്ക് യമുന ബ്രിഡ്ജും അതേപോലെ തന്നെ ബഡേ ഹനുമാൻ ക്ഷേത്രവും കവർ ചെയ്യാം. അതോടെ കഴിഞ്ഞാൽ അത്യാവശ്യം പ്രയാഗ്രാജ് കവർ ചെയ്തു എന്ന് തന്നെ പറയാം. നമുക്ക് ഇന്റേണൽ ട്രാൻസ്പോർട്ടിന് മെയിൻലി ഇ റിക്ഷ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഈ ഇ റിക്ഷ എന്ന് പറയുന്നത് നമ്മൾ കയറുന്നതിന് മുന്നേ ബാർഗെയിൻ ചെയ്ത് റേറ്റ് ഫിക്സ് ചെയ്തതിനു ശേഷം മാത്രം കയറുക. പിന്നെ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക. ഹൈജീന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെയാണ്. മാക്സിമം ഗൂഗിൾ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് കൊള്ളാവുന്ന ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്നതായിരിക്കും നല്ലത്. ഈ 4 സ്ഥലങ്ങൾ കവർ ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം പ്രയാഗ്രാജ് കവർ ചെയ്തു എന്ന് നമുക്ക് പറയാം. അപ്പൊ ആദ്യത്തെ ദിവസം നമ്മൾ നേരെ ഹോട്ടലിൽ പോയി റെസ്റ്റ് എടുക്കുക. രണ്ടാമത്തെ ദിവസം നമ്മൾ പോകാൻ പോകുന്ന സ്ഥലമാണ് ചിത്രകൂട് ധാം. ഇങ്ങോട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ ബസ്സിൽ പോവാം അല്ലെങ്കിൽ ട്രെയിനിൽ പോവാം. ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ഓൾമോസ്റ്റ് ഒരു 3-4 മണിക്കൂറാണ് എടുക്കുള്ളൂ. നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് ചിത്രകൂട് ധാമിൽ ഹോട്ടലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ക്ലോക്ക് റൂമിൽ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് നേരെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങാം. രാമായണത്തിൽ ഭയങ്കര പ്രസക്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് ചിത്രകൂട് ധാം. ശ്രീരാമൻ വനവാസത്തിന് പോകുന്ന സമയത്ത് സഹോദരൻ ഭരതൻ വന്നിട്ട് അങ്ങ് പോകരുതെന്നും അങ്ങ് രാജാവ് ആവണമെന്നൊക്കെ പറയാനായിട്ട് വന്ന സ്ഥലമാണ് ഈ പറയുന്ന ചിത്രകൂട് ധാം. ഇവിടെ മെയിൻലി കാണാനുള്ളത് ജാനകി കുണ്ട്, ഹനുമാൻ ധാര, ലക്ഷ്മൺ പഹാരി, രാംഘട്ട് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളാണ്. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത് വൈകിട്ട് ഇവിടെ നടക്കുന്ന ആരതിയാണ്. കൊട്ടും പാട്ടും മേളവും ഒക്കെ ആയിട്ട് ഒരു ഡിവൈൻ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ആരതി. ഇനി ചിത്രകൂട് ധാമിൽ ഒരു ദിവസം നിങ്ങൾക്ക് താമസിക്കണമെന്നുണ്ടെങ്കിൽ താമസിക്കാം. അതിനുവേണ്ടിയുള്ള ഹോട്ടലും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓവർനൈറ്റ് നേരെ അയോധ്യയിലേക്ക് വണ്ടി കയറാം. ട്രെയിൻ ഉണ്ട്, അതേപോലെ തന്നെ ബസ്സും ഉണ്ട്. അപ്പൊ ട്രെയിനിനാണെങ്കിലും ബസ്സിനാണെങ്കിലും ഏകദേശം 10 മണിക്കൂർ എത്തും അയോധ്യ എത്താനായിട്ട്. ഇനി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അയോധ്യയിൽ റൂം എടുക്കേണ്ട ആവശ്യം വരില്ല. ക്ലോക്ക് റൂമിൽ സാധനങ്ങൾ വെക്കുക, എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങും. അയോധ്യ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് മാക്സിമം നമുക്ക് ഒറ്റ ദിവസം മതി. അയോധ്യയിൽ മെയിൻലി കാണാനുള്ളത് ഒന്ന് രാമക്ഷേത്രം, പിന്നെ രാമഭൂമി, അതേപോലെ ദശരഥന്റെ ക്ഷേത്രം, ഹനുമാന്റെ ക്ഷേത്രം, ഇതൊക്കെയാണ് മെയിൻലി കാണാനുള്ളത്. ഇത് കൂടാതെ ഈ രാമക്ഷേത്രം പണിയാൻ വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞ കൺസ്ട്രക്ഷന്റെ മെറ്റീരിയലും കാര്യങ്ങളും എല്ലാം കൂടെ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാനും പറ്റും. അങ്ങനെ അയോധ്യയും കവർ ചെയ്ത് വൈകിട്ട് നമ്മൾ നേരെ പോകുന്ന സ്ഥലമാണ് വാരണാസി. ട്രെയിനാണെങ്കിലും ബസ്സാണെങ്കിലും ഒരു 5 മണിക്കൂർ എടുക്കും വാരണാസി എത്താനായിട്ട്. അയോധ്യയിൽ നിന്നാണ് നിങ്ങൾ വാരണാസി പോകുന്നതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ലേറ്റ് ആയിട്ടുണ്ടാവും. നിങ്ങൾ ഒരു 9 മണി 10 മണി ആവാതെ എന്തായാലും വാരണാസി എത്തില്ല. വാരണാസിയിൽ ഒരുപാട് ഘാട്ടുകൾ ഉണ്ട്. ഇതിൽ അസി ഘട്ടിൽ താമസിക്കുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. കാരണം നമുക്ക് എല്ലാവിധ സ്ഥലങ്ങളും അടുത്ത് വരുന്നത് അസി ഘട്ടിലാണ്. അതേപോലെ തന്നെ കൊള്ളാവുന്ന കുറെ സ്റ്റേകൾ ഉണ്ട് ഇവിടെ. ഇനി നിങ്ങൾ സോളോ ബാക്ക് പാക്കേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മൊസ്റ്റാഷിന്റെ ഹോസ്റ്റൽ ഉണ്ട്. മൊസ്റ്റാഷിന്റെ ഹോസ്റ്റലിൽ സ്റ്റേ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നിങ്ങൾ ഫാമിലി ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ അത്യാവശ്യം കൊള്ളാവുന്ന ഹോട്ടലിന്റെ ഡീറ്റെയിൽ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ അത് ചെക്ക്ഔട്ട് ചെയ്യുക. നേരെ ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യുക. നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുക. വാരണാസിയിൽ ആദ്യത്തെ ദിവസം നിങ്ങൾ നേരത്തെ എണീക്കുക. നേരത്തെ എണീറ്റാൽ മാത്രമാണ് നമുക്ക് 6 മണിക്ക് അസീഘട്ടിലെ ഗംഗാരതിയിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അസീഘട്ടിലെ ഗംഗാരതി ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് കാശിയിലെ യാത്ര ആരംഭിക്കാം. ഒരു 7-7:30 ആകുമ്പോഴത്തേക്കും രാവിലത്തെ ഗംഗാരതിയുടെ പരിപാടിയൊക്കെ തീരും. നേരെ നമുക്ക് കാശി വിശ്വനാഥ ടെമ്പിളിലേക്ക് വരാം. അവിടുന്ന് തന്നെ ഈ റിക്ഷ കിട്ടും. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 30 രൂപയ്ക്കാണ് അവർ മേടിക്കുള്ളൂ. കാശി വിശ്വനാഥ ടെമ്പിളിന്റെ കറക്റ്റ് ഫ്രണ്ടിലൊന്നും ഈ റിക്ഷ കൊണ്ടുപോയി നിർത്തൂല. കുറച്ച് മുന്നേ ആയിട്ടാണ് കൊണ്ടുപോയി നിർത്തുള്ളൂ. പിന്നെ അവിടുന്ന് നമ്മൾ നടന്നു പോവാം. എല്ലാവരും നടന്നു പോകുന്ന വഴിയെ പുറകെ അങ്ങോട്ട് പോയാൽ മതി, അത്രേ ഉള്ളൂ. പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ കാശി വിശ്വനാഥ ടെമ്പിളിൽ നമ്മുടെ മൊബൈല്, ക്യാമറ, ചെരുപ്പ് ഇതൊന്നും കയറ്റൂല. അപ്പൊ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ 2 സൈഡിലുള്ള ആൾക്കാർ ഇവിടെ വെച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. അവിടെ ഒന്നും വയ്ക്കരുത്. ടെമ്പിളിന്റെ തന്നെ സൗകര്യമുണ്ട്. അവിടെ കൊണ്ടുപോയി മാത്രമാണ് നമ്മൾ വയ്ക്കാവുള്ളൂ. അതായിരിക്കും കുറച്ചും കൂടെ സേഫ്. 2-3 മണിക്കൂർ എടുക്കും കാശി വിശ്വനാഥ ടെമ്പിൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. തിരക്കനുസരിച്ച് ഇത് വേരി ചെയ്യും. ചിലപ്പോൾ നമുക്ക് 1 മണിക്കൂർ കൊണ്ടൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ 3-4 മണിക്കൂർ എടുക്കും. അപ്പോൾ വയസ്സായവരൊക്കെയാണ് വരുന്നത്. ഷുഗറിന്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ടെമ്പിൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങാൻ. കാശി വിശ്വനാഥ ടെമ്പിൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കേണ്ടവർ ഭക്ഷണം കഴിക്കുക.
അതിനുശേഷം നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് നടന്നാൽ എത്തുന്ന സ്ഥലമാണ് മണികർണിക ഘട്ട്. കാശിയുടെ മോക്ഷകവാടമാണ് മണികർണിക ഘട്ട്. 24 മണിക്കൂറും ചിതയെരിയുന്ന ഒരു സ്ഥലം. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ പോലെ ഇവൻ എന്തൊക്കെ കസരത്ത് കാണിച്ചാലും നമ്മൾ ഇത്രയൊക്കെയല്ലേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി തരുന്ന സ്ഥലം. നമ്മൾ ഈ മണികർണിക ഘട്ടിലേക്ക് പോകുന്ന വഴിക്ക് കുറെ ഗൈഡുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടെ കൂടും. അവർക്ക് നല്ല രീതിയിൽ ബാർഗൈൻ ചെയ്ത് ഒരു 100 രൂപയൊക്കെ കൊടുത്ത് അവിടുത്തെ കഥകളൊക്കെ കേൾക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത കഥകളും അല്ലെങ്കിൽ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളും പറഞ്ഞു തരാനായിട്ട് അവർക്ക് സാധിക്കും. എന്നെ കൊണ്ട് ഒരു വീഡിയോ കൊണ്ട് അത് പറഞ്ഞു തരാൻ സാധിക്കില്ല. അതായത് തീർച്ചയായിട്ടും നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗൈഡിന്റെ സഹായം തേടുന്നത് നല്ലതായിരിക്കും. ഈ മണികർണിക ഘട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഏകദേശം ഒരു 2 മണിക്കൂർ വേണം. മാക്സിമം 2 മണിക്കൂർ മതിയായിരിക്കും. അപ്പം ഈ 2 മണിക്കൂർ നമ്മളൊരു ഡിഫറെന്റ് സോണിലാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തിരിച്ച് നിങ്ങൾ റൂമിൽ വന്ന് ഒന്ന് ഫ്രഷനപ്പ് ആവുന്നതാണ് നല്ലത്. അപ്പോഴാണ് നമ്മൾ ഭൂമിയിലേക്ക് എത്തുള്ളൂ. ഇനി ഫ്രഷനപ്പ് ആയാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ബാക്കിയുള്ള ടൈം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ടെമ്പിളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കാലഭൈരവ ക്ഷേത്രവും അതേപോലെ ദേവി കുണ്ടൊക്കെ കാണാനായിട്ട് പോവാം. ഇതല്ല ഒരു വാക്കിനൊക്കെയാണ് പോകാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ നമുക്ക് ഗംഗയുടെ സൈഡിൽ കൂടെയുള്ള ഘാട്ടുകളിലൂടെയൊക്കെ ഒരു വാക്കിന് പോകുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ എവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും കറക്റ്റ് ഒരു 5:30 ആകുമ്പോഴത്തേക്കും നിങ്ങൾ ദശാശ്വമേധ ഘട്ടിലേക്ക് എത്തണം. കാരണം ഇവിടെ വെച്ചാണ് വാരണാസിയിലെ ഏറ്റവും വലിയ ആരതി നടക്കുന്നത്. നിങ്ങൾ കാശിയിലെ എവിടെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഈ റിക്ഷ കിട്ടാനായിട്ട് ഒരു പാടുമില്ല. ഈ റിക്ഷയ്ക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ 30 രൂപ 40 രൂപയൊക്കെയാണ് അവർ മേടിക്കുള്ളൂ. പിന്നെ ഇതിൽ കൂടുതൽ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ അങ്ങോട്ട് ബാർഗൈൻ ചെയ്യാം. ഈ ഗംഗാരതി തുടങ്ങുന്നത് ഒരു 6 മണി അല്ലെങ്കിൽ 6:30 കൂടിയാണ്. ഞാൻ 5:30 വരാൻ പറയുന്നത് നമ്മൾ നേരത്തെ പോയി സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അത്രയും തിരക്കുള്ള ഒരു സ്ഥലമാണിത്. ഈ ഗംഗാരതി നമുക്ക് ബോട്ടിലിരുന്ന് കാണാനുള്ള സൗകര്യമുണ്ട്, അതേപോലെ തന്നെ കുറച്ച് ഹൈറ്റിലിരുന്ന് കാണാനുള്ള സൗകര്യം. ഏതാണെങ്കിലും എക്സ്ട്രാ ഒരു 100 രൂപ തൊട്ട് 200 രൂപയാണ് ഇതിന്റെ ഉള്ള ചാർജ് വരുന്നത്. നിങ്ങൾ കാശൊന്നും മുടക്കിയില്ലെങ്കിലും നേരത്തെ വരുവാണെങ്കിൽ സീറ്റൊക്കെ പിടിച്ചിരുന്നാൽ നമുക്ക് കാട്ടിലിരുന്ന് നല്ല വൃത്തിയായിട്ട് ഗംഗാരതി കാണാൻ പറ്റും. ഈ ഒക്ടോബർ നവംബർ ടൈമിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നല്ല തണുപ്പായിരിക്കും. ഈ തണുപ്പത്ത് നല്ല ദീപമൊക്കെ തെളിച്ച് നല്ല കൊട്ടും പാട്ടും ബഹളമൊക്കെ ആയിട്ട് ഒരു വേറൊരു സോണിലേക്ക് നിങ്ങൾ എത്തിക്കാനായിട്ട് പറ്റുന്ന ഒരു സാധനമാണ് ഈ ഗംഗാരതി. സോ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ദശാശ്വമേധ ഘട്ടിലെ ഗംഗാരതി നിങ്ങൾ ഒരിക്കലും മിസ്സാക്കില്ല. ഒരു 7:30 കൂടി ഗംഗാരതിയുടെ പരിപാടിയൊക്കെ തീരും. പക്ഷെ നമുക്ക് റൂമിലേക്ക് അപ്പം തന്നെ എത്താൻ പറ്റില്ല, കാരണം നല്ല തിരക്കായിരിക്കും. നമ്മുടെ ഉത്സവപ്പറമ്പിലൂടെയൊക്കെ പോവില്ലേ, ആ ഒരു ഫീലാണ് ഈ ടൈമിൽ നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക്. കാരണം ഫുള്ള് പെട്ടിക്കടകൾ. ആ പെട്ടിക്കടകളിൽ ബനാറസ് സാരി ഉണ്ടാവും, പി ബലൂണ്, പടക്കം, എല്ലാവിധ സാധനങ്ങളും ഉണ്ടാവും. ഒരു ഉത്സവത്തിന് പോയ ഫീലായിരിക്കും ഈ ടൈമിൽ. ഇതൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് അമ്പലങ്ങളോടെ വിസിറ്റ് ചെയ്യണമെങ്കിൽ അതൊക്കെ കറങ്ങി നേരെ റൂമിലേക്ക് എത്താം. ഒരു 9:30-10 മണി ആകുമ്പോഴത്തേക്കും നിങ്ങൾ റൂമിലെത്തും. ഹോട്ടൽ റൂമിൽ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുക. എന്നിട്ട് പറ്റുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഒരു 6 മണിയോടുകൂടി ഹരിശ്ചന്ദ്ര ഘട്ടിലേക്ക് എത്തുക. നമ്മൾ രാവിലെ തന്നെ ബോട്ടിങ്ങിന് പോവുകയാണെന്നുണ്ടെങ്കിൽ സൺറൈസ് നമുക്ക് ഈ ബോട്ട് ഇരുന്ന് തന്നെ കാണാം. അതും കുറച്ച് തണുപ്പും അതൊക്കെ ഒരു പ്രത്യേക അനുഭവമാണ് വാരണാസിയിലേക്ക് നമുക്ക് കൂടുതലായിട്ട് എഴുതിച്ചേരാൻ. നല്ല തണുത്ത കാലാവസ്ഥയും സൺറൈസ് ഒക്കെ കണ്ട് ഗംഗയിലുള്ള ഒരു ബോട്ട് റൈഡ് വേറെ തന്നെ വൈബാണ്. ഇത് മാത്രമല്ല, ഈ ബോട്ട് ഓടിക്കുന്ന ആളോ അല്ലെങ്കിൽ ആളുടെ അസിസ്റ്റന്റോ ഓരോ ഘാട്ടുകളും നമ്മളെ കൊണ്ടുപോയിട്ട് ഇതാണ് അതിന്റെ പ്രത്യേകത, ഹരിചന്ദ്ര ഘാട്ട് എന്താണ്, മണികർണിക ഘട്ടം എന്താണ്, അതേപോലെ തന്നെ ഹനുമാൻ ഘാട്ട് എന്താണ് എന്നുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നമുക്ക് പറഞ്ഞു തരും. അപ്പൊ അതൊക്കെ നമ്മൾ കേട്ടിരിക്കുക. ഏകദേശം ഒരു 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഗംഗാ ബോട്ട് റൈഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് നേരെ തിരിച്ച് നിങ്ങൾ റൂമിലേക്ക് വരിക, അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അങ്ങനെ ഗംഗാ ബോട്ട് റൈഡ് ഒക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നേരെ നമുക്ക് സാർനാഥിലേക്ക് പോവാം. സാർനാഥിലേക്ക് ഏകദേശം 12 കിലോമീറ്റർ ഉണ്ട് വാരണാസിയിൽ. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ റിക്ഷയിൽ തന്നെ പോവാം, അല്ലെങ്കിൽ ക്യാബ് ഉണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൂട്ടർ റെന്റ് എടുക്കണമെങ്കിൽ സ്കൂട്ടർ റെന്റ് എടുക്കാം. ഒരു 300 രൂപ തൊട്ടാണ് സ്കൂട്ടർ റെന്റിന്റെ ഒക്കെ ചാർജ് വരുന്നത്. ബുദ്ധന് ബോധോദയം കിട്ടിയ ശേഷം ആദ്യമായിട്ട് ടീച്ചിങ്സ് എടുത്ത സ്ഥലമാണ് സാർനാഥ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രികളൊക്കെ ഇവിടെ ഉണ്ട്. ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസ് എന്ന് പറയുമ്പോൾ ജാപ്പനീസ്, ടിബറ്റിയൻ, ഇന്ത്യൻ സ്റ്റൈൽ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൊണാസ്ട്രീസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് മാത്രമല്ല, സാർനാഥ് സ്തൂപം, അശോക ഐഡിക്സ്, പിന്നെ ഒരുപാട് ഗാർഡൻസ്, ഇതെല്ലാം ഉള്ള ഒരു സ്ഥലമാണ് സാർനാഥ്. ഇതിന് മാത്രമല്ല സാർനാഥ് ഫേമസ്, ഈ ബനാറസ് സാരികളുടെ ഒക്കെ ഒരുപാട് ഫാക്ടറി ഔട്ട്ലെറ്റ്സും കാര്യങ്ങളൊക്കെ സാർനാഥിലുണ്ട്. അപ്പൊ ഇതൊക്കെ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ മേടിക്കാൻ പറ്റിയ ഒരു സ്ഥലം സാർനാഥാണ്. ഒരു ഫുൾ ഡേ വേണം നമുക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം കവർ ചെയ്യാനായി. പിന്നെ വേറൊരു പ്രത്യേക കാര്യം, വെള്ളിയാഴ്ചകളിൽ ഈ ഗാർഡൻസും അതേപോലെ മൊണാസ്ട്രീസും കാര്യങ്ങളൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ എന്തായാലും വെള്ളിയാഴ്ച സാർനാഥ് പ്ലാൻ ചെയ്യരുത്. ഇനി നിങ്ങൾക്ക് ഗംഗാരതിയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നേരെ തിരിച്ചുപോയി ഗംഗാരതിയൊക്കെ അറ്റൻഡ് ചെയ്യും. വാരണാസി എന്ന് പറയുന്നത് സ്ട്രീറ്റ് ഫുഡിന്റെ ഒരു കലവറ തന്നെയാണ്. ഇവിടുത്തെ ബാംഗ്ലസി ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. പക്ഷേ സ്ട്രീറ്റ് ഫുഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിസ്കിൽ മാത്രം ട്രൈ ചെയ്യാം. പിന്നെ വാരണാസി മൊത്തത്തിലൊരു വെജിറ്റേറിയൻ ഏരിയ ആണ്. പിന്നെ കേരള ഡിഷസോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഡിഷസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ്. ഇത്രയും കൊണ്ട് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് വാരണാസിയൊക്കെ കവർ ചെയ്യാൻ പറ്റും. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ വാരണാസിയിൽ ഒന്നുകൂടെ സ്റ്റേ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഗയയിലേക്ക് ഓവർനൈറ്റ് ബസ് എടുക്കാം. ഗയയിലേക്ക് എത്താനായിട്ട് ഓൾമോസ്റ്റ് ഒരു 7 മണിക്കൂർ വേണം, ട്രെയിനിനാണെങ്കിലും ബസ്സിനാണെങ്കിലും. 6th ഡേ മോർണിംഗിൽ ഗയയിലെത്തി ഹോട്ടലിൽ നിങ്ങൾ ചെക്ക് ഇൻ ചെയ്യാം.
പിന്നെ ഹോട്ടൽ എടുക്കുമ്പോൾ പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ബോധി ടെമ്പിളിന്റെ പരിസരത്തുള്ള ഹോട്ടൽ തന്നെ വേണം എടുക്കാൻ. വേറൊരു കാര്യമുണ്ട്, ഈ ഗയ എന്ന് പറയുന്നത് ബീഹാർ സ്റ്റേറ്റിലുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഒട്ടും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ല ഗയ. അപ്പോൾ ഹോട്ടലൊന്നും ഒട്ടും ലക്ഷറീസ് ഒന്നും ആയിരിക്കില്ല. ഉള്ളതിൽ കൊള്ളാവുന്ന കുറച്ച് ഹോട്ടൽസ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ അത് ചെക്ക്ഔട്ട് ചെയ്യാം. ഗയയിൽ അല്ലെങ്കിൽ ബോധഗയയിൽ വെച്ചാണ് ബുദ്ധന് ബോധോദയം ഉണ്ടായത്. അതുകൊണ്ട് ബുദ്ധിസത്തിന്റെ ഒരു മെയിൻ സെന്റർ ആണ് ഗയ. ഒരുപാട് ഫോറിൻ ടൂറിസ്റ്റുകളൊക്കെ ഗയയിലേക്ക് വരുന്നതാണ്. ഗയയിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആണ് ബോധി ടെമ്പിൾ. അതുകൊണ്ട് തന്നെ ഇത് ഹൈലി സെക്യൂർഡ് ഏരിയ ആണ്. ഫോണും കാര്യങ്ങളും ഒന്നും കയറ്റാൻ പറ്റത്തില്ല. ഇനി ക്യാമറ കയറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ടി വരും. മിനിമം 2 മണിക്കൂർ ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ ബോധി ടെമ്പിൾ മര്യാദയ്ക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. ബുദ്ധന് ബോധോദയം ഉണ്ടായ ആൽമരം, അതേപോലെ ടെമ്പിൾസ്, ഗാർഡൻസ്, ഇതെല്ലാം കൂടെ കാണുമ്പോൾ ഒരു ആർക്കിടെക്ചറൽ മാർവൽ തന്നെയാണ് ഈ ബോധി ടെമ്പിൾ. വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലമാണ് വിഷ്ണുപാദ ടെമ്പിൾ. ഭഗവാൻ വിഷ്ണുവിന്റെ കാൽപാദം ഇവിടെ പതിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നിങ്ങൾക്ക് ബലിതർപ്പണം ഒക്കെ ചെയ്യാനുള്ളതാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ബലിതർപ്പണം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇത് മാത്രമല്ല, ഒരുപാട് മൊണാസ്ട്രീസിന്റെ കേന്ദ്രമാണ് ഗയ. അതായത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൊണാസ്ട്രി, അതായത് ഭൂട്ടനീസ്, ജാപ്പനീസ്, തായ്, ഇന്ത്യൻ സ്റ്റൈല്, മ്യാൻമാർ സ്റ്റൈൽ, അങ്ങനെ ഒരുപാട് ടൈപ്പ് മൊണാസ്ട്രീസ് ഉണ്ട്. അപ്പോൾ ഓരോ മൊണാസ്ട്രീസും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ രീതിയൊക്കെയാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ വീണ്ടും വീണ്ടും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കില്ല. കാരണം എല്ലാം എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഇത് കൂടാതെ ഒരുപാട് ബുദ്ധന്റെ സ്റ്റാച്യൂസ് ഒക്കെ ഉണ്ട് ഇവിടെ. 61 ഫീറ്റുള്ള ഗ്രേറ്റ് ബുദ്ധ സ്റ്റാച്ചു, ലൈയിങ് ബുദ്ധ സ്റ്റാച്ചു, അങ്ങനെ കുറെ സ്റ്റാച്യൂസ്. ഈ സ്ഥലങ്ങളെല്ലാം നമുക്ക് ഇ റിക്ഷയെ തന്നെ കവർ ചെയ്യാം. പെർ ഡേ എങ്ങാനും ഒരു 600 രൂപ 700 ആ റേഞ്ചിൽ നമുക്ക് ഫുൾ ഡേ ഇ റിക്ഷ നമുക്ക് ഹയർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ക്യാബ് ആണ് നോക്കണമെന്നുണ്ടെങ്കിൽ ക്യാബ് ഒക്കെ വളരെ ലിമിറ്റഡ് ആണ്, പിന്നെ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇ റിക്ഷ തന്നെയാണ് ഏറ്റവും നല്ലത്. ഇനി സ്ട്രീറ്റ് ഷോപ്പിങ്ങിനാണെങ്കിൽ എസ്തെറ്റിക് ആയിട്ടുള്ള ബുദ്ധന്റെ കുറെ സാധനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ലോക്കറ്റ്സ്, ചെറിയ ചെറിയ സ്റ്റാച്യൂസ്, അല്ലെങ്കിൽ ലാഫിംഗ് ബുദ്ധ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വളരെ ചീപ്പായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെറിയ ടിബറ്റൻ റെസ്റ്റോറൻറ്റ്സ് ധാരാളം ഉണ്ട്. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കയറി ഫുഡ് ട്രൈ ചെയ്യാനായിട്ട് മറക്കരുത്. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഇപ്പൊ ടോട്ടൽ ഒരു 6 ദിവസം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 5 സ്ഥലങ്ങൾ നമുക്ക് നല്ല രീതിയിൽ കവർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് വരാൻ ട്രെയിനാണെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ പാട്നയ്ക്ക് അല്ലെങ്കിൽ തിരിച്ച് വാരണാസി പോയിട്ട് അവിടുന്ന് ഡയറക്റ്റ് ട്രെയിൻ കിട്ടും നമുക്ക് നാട്ടിലേക്ക്. ഇനി വാരണാസി മാത്രം എക്സ്പ്ലോർ ചെയ്യാനാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഈ സെയിം ട്രെയിൻ വാരണാസി വരെ ഉണ്ട്. വാരണാസിയിൽ വരിക, 2 ദിവസം എക്സ്പ്ലോർ ചെയ്യുക, തിരിച്ച് നാട്ടിലേക്ക് വരിക. ഈ ഫ്ലൈറ്റിനാണെന്നുണ്ടെങ്കിൽ വാരണാസിയിലെ എയർപോർട്ട് ഉണ്ട്, എന്തായാലും കണക്ഷൻ ഫ്ലൈറ്റ് കിട്ടും. ഇനി നിങ്ങൾക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അതായത് ഭാഷയുടെ പരിമിതിയോ പാരന്റ്സിന് വിടണം, നിങ്ങൾക്ക് വരാൻ പറ്റുന്ന അവസ്ഥയിലല്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രാവൽ കമ്പനിയായിട്ട് എന്തായാലും ബന്ധപ്പെടുക. നമ്മുടെ ട്രാവൽ കമ്പനിയുടെ പേര് YKS ട്രിപ്പ് എന്നാണ്. നല്ല സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും കാശി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ. ഇനി എല്ലാവരും കാത്തിരുന്ന ഗോൾഡൻ ക്വസ്റ്റ്യൻ, എത്ര രൂപ ചെലവാകും? നിങ്ങൾ ട്രെയിനാണ് പ്രയാഗ്രാജ് അല്ലെങ്കിൽ വാരണാസിക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 1000 രൂപയാവും സ്ലീപ്പറിന്. പക്ഷെ ഒരു കാരണവശാലും ഞാൻ സ്ലീപ്പർ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യില്ല. കാരണം ജനറലിൽ ആൾക്കാർ കയറുന്ന പോലെ തന്നെ ഇപ്പൊ സ്ലീപ്പറിലും ആൾക്കാർ കയറും. ഈ 50 മണിക്കൂർ ഒരു ദുരന്ത യാത്ര തന്നെയായിരിക്കും സ്ലീപ്പറിൽ നമുക്ക് വാരണാസിയിലേക്ക്. അപ്പൊ മിനിമം ഒരു 3 days എങ്കിലും എടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇനി ഫ്ലൈറ്റിനാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 5000 തൊട്ട് 10000 വരെ, പ്രയാഗ്രാജ് ആണെങ്കിലും വാരണാസി ആണെങ്കിലും. ഇനി നിങ്ങൾ പ്രയാഗ്രാജിൽ എത്തിക്കഴിയുമ്പോൾ ഓരോ സ്ഥലത്തേക്ക് പോകാനായിട്ട്, അതായത് ചിത്രകൂട് ഡാമിലേക്ക്, അയോധ്യയിലേക്ക്, കാശിയിലേക്ക്, അതേപോലെ തന്നെ ഗയയിലേക്കൊക്കെ പോകാനായിട്ട് ഇന്റർസിറ്റി ബസ്സിനോ അല്ലെങ്കിൽ ട്രെയിനിനോ ഒരു 300 രൂപ വെച്ച് കൂട്ടാം. 300 രൂപ വെച്ച് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു 1500 രൂപയാവും. ഇനി നിങ്ങൾ ക്യാബിനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 8000 രൂപയെങ്കിലും ആവും. ഇനി അടുത്തായിട്ട് നമുക്ക് വരുന്ന എക്സ്പെൻസ് ആണ് സ്റ്റേ. ഇപ്പൊ ഞാൻ പറഞ്ഞ പ്ലാൻ അനുസരിച്ചാണെങ്കിൽ നമുക്ക് 3 സ്ഥലത്താണ് സ്റ്റേ വരുന്നുള്ളൂ. ഈ 3 സ്റ്റേക്ക് ഏറ്റവും കുറഞ്ഞതായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 600 രൂപ വെച്ച് എന്തായാലും ചിലവാകും. അപ്പൊ 3 ദിവസത്തേക്കാകുമ്പോൾ 1800. അതല്ല അത്യാവശ്യം കൊള്ളാവുന്നതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു 2000 രൂപയാവും. അത് വെച്ച് കൂട്ടുവാണെങ്കിൽ 6000. ഇനി ഫുഡിന്റെ എക്സ്പെൻസ് ആണെങ്കിൽ ഒരു 200 തൊട്ട് 600 രൂപ വരെ വേരി ചെയ്യും. അപ്പൊ 200 രൂപ വെച്ച് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 6 ദിവസത്തേക്ക് 1200 രൂപ. അതേപോലെ 600 രൂപ വെച്ച് കൂട്ടുവാണെങ്കിൽ 3600 രൂപ. ഇനി ഓരോ സിറ്റിയിൽ എത്തിക്കഴിയുമ്പോൾ അവിടുത്തെ ഇന്റേണൽ ട്രാവലിന് വേണ്ടിയിട്ട് ഏകദേശം ഡെയിലി 300 രൂപ വെച്ച് ചിലവാകും. ഇനി ക്യാബ് ആണെന്നുണ്ടെങ്കിൽ അതും ഒരു 2000 രൂപ മിനിമം ആവും. ഇനി ഇന്റേണൽ ട്രാൻസ്പോർട്ടിൽ നമുക്ക് ലോ ബഡ്ജറ്റ് ആണെന്നുണ്ടെങ്കിൽ 1800, ഇനി ക്യാബിനാണെന്നുണ്ടെങ്കിൽ ഒരു 12000 രൂപയാവും. ഇനി ഓരോ സ്ഥലത്തെ എൻട്രി, ബോട്ടിന്റെ പൈസ, ഗൈഡിന്റെ പൈസ, അങ്ങനെ എല്ലാം കൂടെ ഒരു 1000 രൂപ എക്സ്ട്രാ. ഇൻ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 6 days 5 nights ഈ പറഞ്ഞ പ്ലാൻ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനെങ്കിൽ ഒരു മിനിമം ഒരു 10000 രൂപയും, അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരു 35000 രൂപയും ചിലവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ വാരണാസി പോയിരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. കാശി യാത്ര നടത്തുന്നതിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് എനിക്ക് DM ചെയ്യാം. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ അപ്പം തന്നെ പറയും, ഇല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചിട്ടാണെങ്കിലും പറഞ്ഞു. അപ്പൊ വീണ്ടും വേറൊരു ട്രാവൽ കണ്ടന്റുമായിട്ട് വരാം. അതുവരെയും ബൈ.